नमस्ते बच्चों, सभी को मेरे प्रणाम। हमारे तीसरा पाठ वे दिन भी क्या दिन थे। पिछले कक्षा में हम देखे इस पाठ में आज के स्कूल के बारे में नहीं बताते हैं। 150 वर्ष बाद में 130 वर्ष बाद के स्कूल के बारे में इस पाठ में एक सांकल्पिक कहानी है। उस काल के स्कूल में अध्यापक नहीं है। एक मशीन के सामने सभी बच्चे एक अकेले बैठे हैं, पाठ पढ़ेंगे, होमवर्क उसमें डालते हैं। इसी तरह के स्कूल के काल में ये दो बच्चों को एक पुस्तक मिली है। उस पुस्तक में सदियों पहले के स्कूल के बारे में बताते हैं। ओके, ये രണ്ട് കുട്ടികളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭാഷണം, അവരുടെ തമ്മിലുള്ള തർക്കവും അവരുടെ അറിവുകളെ കുറിച്ച് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെസനാണ് വേ ദിൻ ഭി ക്യാ ദിൻ थे। यस लेसन घटना महत्वपूर्ण थी, वरना कुम्मी अपनी डायरी में उसे क्यों लिखती। अपनी डायरी में उसने 17 मई 2155 की रात को लिखा, आज रोहित को सचमुच एक पुस्तक मिले है। कुम्मी अपनी डायरी में क्या लिखा था? क्या लिखा? आज रोहित को सचमुच की एक पुस्तक मिली है। वह पुस्तक बहुत पुरानी थी। कुम्मी के दादाजी ने आज रोहित को सचमुच एक पुस्तक मिली है। ഇന്ന് രോഹിത്തിനൊരു ബുക്ക് കിട്ടി. അതാണ് ഡയറിയെ കുറിച്ച് വെച്ചത്. എന്നാണ്? 2155 2155 വർഷം. അതായോ ഇപ്പം? ഇല്ല, ഇന്ന് 2020 ആയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താണ്, അന്ന് എഴുതുന്നതായിട്ടാണ് ഈ കഹാനി. ഓക്കെ, വഹ് പുസ്തക ബഹുത് പുരാനി थी। കുമ്മി के दादाजी ने बताया कि നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. എന്താണ്? പണ്ട് കാലത്ത് സ്കൂളുകളില്ലായിരുന്നു, ആശ്രമങ്ങളിലായിരുന്നു. അവിടെ കുട്ടികളെ അവിടേക്ക് അയക്കും. അവിടുന്ന് ഗുരുവിന്റെ കൂടെ നടന്ന് പഠിക്കും. അവിടെയുള്ള അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുകുലം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നു ആൾക്കാർ ഒരുപാട് ദൂരം നടന്ന് യാത്ര ചെയ്ത് പോയിട്ട് സ്കൂളുകളിൽ പഠിച്ചിരുന്നു. ഇന്ന് എന്താണ് അത്? ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇന്ന് നമ്മള് പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് ആണ് നമുക്ക് അറിയുള്ളൂ. അതാണ് നമ്മുടെ ലോകം അല്ലേ? അപ്പൊ എന്താണ്, ഒരു 130 വർഷങ്ങൾക്ക് ശേഷം വരുന്ന സ്കൂളിൽ ആ കാലത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികള്, അന്ന് പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ കുട്ടികളല്ല, അന്ന് പഠിക്കുന്ന കുട്ടി ഒരുപാട് വർഷങ്ങൾക്ക് പിന്നോട്ട് അവരുടെ സ്റ്റോറി ചിന്തയിലേക്ക് പോകുന്നതാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. വഹ് ബഹുത് പുരാനി थी। कुम्मी के दादाजी ने बताया था कि जब वे बहुत छोटे थे, उनके दादाजी ने कहा था कि उनके जमाने में सारी कहानियां कागज पर छपती थी और पढ़ी जाती थी। पुस्तक में पृष्ठ होते थे जिन पर कहानियां छपी होती थी। सारे शब्द स्थिर रहते थे, चलते नहीं थे जैसे आजकल पर्दे पर चलते हैं। वह अक्षर चलते हैं, स्थिर रहते थे। ओके, അന്നത്തെ ആ ബുക്കിലെ അക്ഷരങ്ങളൊന്നും ഇങ്ങനെ മൂവ് ചെയ്യില്ല. നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങോട്ടേക്ക് ഒരു വേർഡ് എടുത്ത് അവിടുന്ന് മൂവ് ചെയ്ത് മാറ്റിയിട്ട് പകരം നമുക്ക് വേർഡ് ഫില്ല് ചെയ്യണം. ഇതൊക്കെ നമുക്ക് എവിടെ പറ്റും? ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള സ്ക്രീനിൽ ഇതൊക്കെ പറ്റും. പക്ഷേ ഈ ബുക്കിലെ എന്താണ്, അക്ഷരങ്ങളൊക്കെ സ്ഥിർ ആണ്.
रोहित ने कहा था कितनी पुस्तकें बेकार जाती होगी, എത്ര ബുക്കുകൾ വേസ്റ്റ് ആകും, एक बार पढ़े और फिर बेकार हो गए, ഒരിക്കൽ പഠിക്കും പിന്നെ എന്ത് ചെയ്യും, അത് വേസ്റ്റ് ആയിട്ട് കളയും അല്ലെ. അല്ലെങ്കിൽ ചിലർ ലൈബ്രറികളിൽ സൂക്ഷിച്ചു വെക്കും. എങ്കിലും നമ്മൾ ഇൻട്രസ്റ്റോടെ വായിച്ച ഒരു സ്റ്റോറി 1-2 പ്രാവശ്യം വായിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കും അല്ലെ. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്, ഹമാരെ ടെലിവിഷൻ പർദേ പർ ന ജാനെ കിतनी പുസ്തകോं की सामग्री आ जाती है. ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് 1 മുതൽ പഠിച്ചു, അതിന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു, അന്ന് മുതലേ ഓരോരോ ബുക്കുകൾ നമ്മൾ പഠിച്ചു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ബുക്ക് കളഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും പഠിച്ചു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ബുക്ക് കളയുന്നു. അന്നേ പോലെയുള്ള ബുക്കുകൾ ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ആ അക്ഷരങ്ങളൊക്കെ എന്താണ്, ആ ബുക്കുകളും പേജുകളും ഒക്കെ വേസ്റ്റ് ആയില്ലേ. ഇന്ന് നമ്മൾ എന്താ, നമുക്ക് പഠിക്കണം, സ്റ്റാൻഡേർഡ് 1 ലെസൺ നോക്കണം, നമ്മൾ ഇതിലേക്ക് സെർച്ച് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, നമുക്ക് വരുന്നു അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്തെടുക്കാനും അത് നമ്മുടെ സ്ക്രീനിൽ മാറി മാറി വരാനും ഇന്ന് നമുക്ക് കഴിയുന്നില്ലേ എന്ന് രോഹിത് അഭിപ്രായം പറയുകയാണ്. ഉമ്മീനെ भी रोहित को हाँ मिलाई और फिर पूछे तुम्हें वह पुस्तक कहाँ मिली. रोहित ने बताया अपने घर में एक पुराना डिब्बा कहीं दबा पड़ा था, उसी को फेंक रहे थे कि उसमें से एक पुस्तक मिली. इसमें क्या लिखा है, स्कूलों के बारे में लिखा है. क्या लिखा है, स्कूलों के बारे में लिखा है. അതിനകത്ത് എന്താ അതിശയിക്കുന്നത്? കാരണം കുമ്മിയുടെ മനസ്സിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. എന്താണ് കുമ്മിയുടെ മനസ്സിലുള്ള സ്കൂള്? देखिए उसके विषय में लिखने को ही क्या. അതിനെ കുറിച്ച് അത് ഇത്ര ബുക്കിൽ എഴുതാനിരിക്കുന്നത്. ഹർ ബच्चे के घर पर एक मशीन होती है. എല്ലാ കുട്ടികളുടെയും വീട്ടിലൊരു മെഷീൻ ഉണ്ട്. ടെലിവിഷൻ की तरह का एक पर्दा होता है. ടെലിവിഷൻ പോലെയുള്ള ഒരു സ്ക്രീൻ ഉണ്ട്. रोज उसके सामने बैठकर हमें वह सब याद करना होता है जो वह मशीन हमें बताती है. എല്ലാ ദിവസവും അതിന് മുമ്പിലിരിക്കും. ടൈം ടേബിൾ ഉണ്ട്, ആ ഓരോ സബ്ജക്റ്റ് പഠിക്കേണ്ട ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ അവിടെ ഇരിക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മെഷീൻ നമ്മളോട് പറയുന്നു. ദൂസരേ ദിൻ ഹോംവർക്ക് കർക്കെ, ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ട് ഉസ് മെഷീൻ മേ ഡാൽ ദേനാ ഹോത്താ ഹെ, അതിലേക്ക് ഇടുന്നു. കൗത്തെ കൗത്തെ കുമ്മി ഇതൊക്കെ ഒറ്റ ശ്വാസത്തില് കുമ്മി പറഞ്ഞു തീർത്തു. അവൾ ടയേർഡായി. കിത്തന ഉബാവു ഹോത്താ ഹെ, അത് പറഞ്ഞ് കുമ്മി തന്നെ പറയാണ്. കിത്തന ഉബാവു ഹോത്താ ഹെ. ഉബാവു ബോറിംഗ്. എന്തൊരു ബോറിങ്ങാ, എപ്പോഴും മെഷീന്റെ മുമ്പിൽ പോയിരിക്കണം. ആ മെഷീനിൽ എന്തൊക്കെയോ കാണുന്നു, അത് മുഴുവനും മനസ്സിലാക്കുന്നു, എന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, എഴുതുന്നു, എഴുന്നേറ്റ് പോരുന്നു അല്ലേ. യാതൊരു ക്വസ്റ്റ്യൻ ഇല്ല, പ്രതികരണങ്ങളൊന്നുമില്ല, തമാശ പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല. ഓക്കെ, അപ്പൊ എന്താണ്, എന്തൊരു ബോറിങ്ങാ. സാരാ സ്കൂൾ കാക്ക, ഈ സ്കൂൾ എന്താണ്, ഈ ജോലി മുഴുവനും ഭയങ്കര ബോറിംഗ് ആണ്. രോഹിത് മുസ്കുരാത്തെ ഹുയേ, അവളുടെ സംസാരം കേട്ടുകൊണ്ട് ഒരു പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. ഉസ്കി ബാतें सुन रहा था, उसे बीच में रोककर वह बोला. रोहित मुस्कुराते हुए उसकी बातें सुन रहा था. ഇവള് പറയുന്നത് മുഴുവൻ പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് അത് മുഴുവനും കേട്ടു. रोहित मुस्कुराते हुए उसकी बातें सुन रहा था, കേട്ടുകൊണ്ടേയിരുന്നു. उसे बीच में रोककर वह बोला. അതിനുശേഷം എന്താണ്, നേരം കേട്ട് കഴിഞ്ഞപ്പോൾ ബീച്ചുമേ റോക്കർ റോക്കിന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആക്കിച്ചിട്ട് പറഞ്ഞു. അരേ ബുദ്ധു, ജൈസെ സ്കൂൾ കാ വർണ്ണൻ इस पुस्तक में है, तुम क्या बताया? जैसे पुस्तक के बारे में जैसे स्कूल के बारे में इस पुस्तकों में बताते हैं. अरे बुद्धു, എന്താ ए फूलिश, നീ എന്തായി പറയുന്നത്? ഈ നിങ്ങളുടെ ഈ ആജിക്കെ സ്കൂൾ കെ ബാരെ മേ ഈസ് പുസ്തകമേ ബതാത്തെ ഹെ, ഇന്നത്തെ സ്കൂളിനെ കുറിച്ചാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? വഹ് സേ ഭിന്ന ഹോത്താ താ. ഇന്നത്തെ സ്കൂളിനെ കുറിച്ചല്ല, വഹ് ഇസ്സേ ഭിന്ന ഹോത്താ താ, ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. എന്താണ്? ഇസ്മേൻ തോ ഉൻ സ്കൂൾ കെ ബാരെ മേ ലിഖാ ഹേ,
इसमें तो क्या है, इस पुस्तक में उन स्कूलों के बारे में लिखा है. उन स्कूलों के बारे में ആ സ്കൂളിനെ കുറിച്ചാണ്. ഏതാണ് लिखा है? उन स्कूलों के बारे में लिखा है. ആ സ്കൂളിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഏത് സ്കൂളാന്ന് ഇവിടെ പറയുന്നില്ല, ലാസ്റ്റ് ആണ് പറയുന്നത്. जो सदियों पहले होते थे. सदियों पहले के, सदियों सेंचुरी, सदी सेंचुरी, सदियों सेंचुरीज used to be school which used to be centuries ago. നൂറ്റാണ്ട് മുമ്പുള്ള സ്കൂളിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ ആജ് കെ സ്കൂൾ के बारे में नहीं है. अरे बुद्धू तुम लोग करता है. आज हम हमारे स्कूल के बारे में ये पुस्तक में नहीं कहे. यस, सदियों पहले के स्कूल के बारे में बताते हैं. समझा? यस. रोहित मुस्कुराते हुए उसकी बातें सुन रहा था. उसे बीच में रोककर उसी बातें सुन रहा था. എന്താണ് കുമ്മി സ്കൂളിനെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നുണ്ട് തൊട്ട് മുൻപത്തെ പാരഗ്രാഫിൽ അല്ലേ. അവൾ പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ചോണ്ട് ചിരിച്ചോണ്ട് കേട്ട് നിന്ന് കഴിഞ്ഞിട്ട് മതി മതി നിർത്തുന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അരേ ബുദ്ധു, ജैसे स्कूल का वर्णन इस पुस्तक में है, जैसे स्कूल का वर्णन इस पुस्तक में है, നീ എന്താ വിചാരിച്ചത് ആ സ്കൂളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. वह इससे भिन्न होता था. അതിതല്ല, അതിൽ വ്യത്യസ്തമാണ്. എന്താണ്? इसमें तो उन स्कूल में बारे में लिखा है जो सदियों पहले होते थे. इस पुस्तक में, इसमें तो अर्थ क्या है? इस पुस्तक में सदियों पहले के पुस्तक के बारे में लिखता है. ओके. यस. കുമ്മി के मन में कुछ नया जानने की इच्छा जागी. ഓ, അങ്ങനെ ഒരു സ്കൂളുണ്ടോ? കുമ്മി के मन में कुछ नया जानने की इच्छा जागी. ജാഗൻ വരിക എന്താണ്? അവളുടെ മനസ്സിൽ പുതിയതായിട്ട് ഇത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം തോന്നി. കുച്ച് നയ ജാന്ന അറിയുക, കുച്ച് നയ ജാന്ന, അതെന്താണ് ആ പുതിയ അറിവെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളുടെ മനസ്സിൽ വന്നു. ഓ പോലി, പിന്നെ അവൾ പറയാണ്, फिर भी उनके यहाँ मशीन के बने अध्यापक तो होते ही होंगे. फिर भी उनके यहाँ मशीन के बने अध्यापक, എന്നിട്ടാണോ ഇവിടെ ഇപ്പോഴും മെഷീൻ കെ ബനെ അധ്യാപകർ तो होंगे, എന്നിട്ടാണ് ഇവിടെ ഇപ്പൊ എന്താണ് മെഷീൻ കൊണ്ടുള്ള അധ്യാപകൻ. കുമ്മിക്ക് യാദായാക്കി അങ്ങനെ ഒരു സ്കൂളുണ്ടോ, എന്നിട്ടാണ് ഇവിടെ ഈ മെഷീൻ അധ്യാപകനായിട്ടിരിക്കുന്നത്. കുമ്മിക്കോ യാദായാക്കി, കുമ്മി ഓർമ്മിക്കുകയാണ്. പിന്നെ കുമ്മി എന്താണ് ഓർമ്മയിലേക്ക് പോവുകയാണ്. ഏക് ബാർ, ഒരിക്കൽ, उससे भूगोल में रोज वही गलतियां होने लगी थी. ഭൂഗോൾ, ജിയോഗ്രഫി പഠിക്കുമ്പോൾ വഹി ഗലത്തിയാം ഹോനെ ലഗി थी. ഗലത്തിയ മിസ്റ്റേക്ക്, കംപ്ലൈന്റ് വന്നുകൊണ്ടിരുന്നു, എന്തൊക്കെയോ തെറ്റുകൾ വന്നുകൊണ്ടിരുന്നു. तो उसकी माम ने मोहल्ले के अध्यक्ष को बताया था. എന്താണ് നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്മൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ഭൂഗോൾ മേം റോസ് വഹി ഗലത്തിയാ മോനല്ലെങ്കിൽ ജിയോഗ്രഫിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. तो उसकी माम ने मोहल्ले के अध्यक्ष को बताया था. അപ്പൊ അമ്മ എന്ത് ചെയ്തു? മുഹല്ലേക്ക് അധ്യക്ഷക്കോ, മുഹല്ല ഗാവുക്കെ അധ്യക്ഷക്കോ പ്രസിഡന്റ് ആ ഗ്രാമത്തലവനോട് കംപ്ലൈന്റ് കൊടുത്തു. തബ് ഏക ആദ്മി ആയാ था और उसने उस मशीन के पुर्जे अलग कर दिए थे. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏക ആദ്മി ആയാ था और मशीन के पुर्जे പാർട്സ് ഒക്കെ എന്ത് ചെയ്തു? അലഗ് കർ ദിയേത്, എല്ലാം പാർട്സ് ഒക്കെ അഴിച്ചു മാറ്റി എന്ത് ചെയ്തു? തബ് ഉസേ എല്ലാം പാർട്സുകളൊക്കെ അഴിച്ചവളുടെ കൺമുമ്പിൽ നിന്നാണ് ഇതൊക്കെ എല്ലാം റിപ്പയർ ചെയ്യണ്ടേ, കംപ്ലൈന്റ് ആയി, റിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാം അഴിച്ചു മാറ്റി. തബ് ഉസ്നെ मन ही मन मनाया था कि वह आदमी इस बोर करने वाले अध्यापक को दोबारा जोड़ न पाए. എന്താണ് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എന്താണ് കംപ്ലൈന്റ് ആയി, ടെക്നീഷ്യൻ വന്നിട്ട് ഇതിന്റെ പാർട്സുകളൊക്കെ ഇങ്ങനെ വേർതിരിച്ചു വെച്ചു.
मन ही मन वह सोच അപ്പോഴവൾ മനസ്സ് തബ് ഉസ്നെ मन ही मन मनाया था कि മനസ്സുകൊണ്ട് സന്തോഷിച്ചു. എന്താണെന്നറിയാം? വഹ ആത്മി ഈസ് ബോർ കർണേ വാലെ അധ്യാപകോ. എന്താണ് അധ്യാപകന്റെ വിശേഷണം? ഈസ് ബോർ കർണേ വാലെ അധ്യാപകോ. ഈ ബോറിംഗ് ആയ അധ്യാപകനെ ദോബാര ജോഡ് ന പായേ. ഈ ബോറിംഗ് ആയ ടീച്ചറിനെ ദോബാര വീണ്ടും ജോഡ് ന പായേ. ജോയിൻ ചെയ്യണ്ടായിരുന്നു, അതിനെ നേരെയാക്കണ്ടായിരുന്നു. तो उसे हमेशा के लिए छुट्टी मिल जाए. ഇതിനെ നന്നാക്കാതിരുന്നെങ്കിൽ ഹമേശ के लिए छुट्टी मिल जाए. ഹമേശ के लिए ഈ ബോറിംഗ് ആയ ടീച്ചർ എന്നെ നന്നാക്കാതിരുന്നെങ്കിൽ ഹമേശ के लिए छुट्टी मिल जाए. എന്താണ്, എനിക്ക് കുറേ നാൾ എപ്പോഴും ലീവ് കിട്ടിയേനെ എന്ന് ആരാഗ്രഹിച്ചു? കുമ്മി ആഗ്രഹിച്ചു. लेकिन उस आदमी ने मशीन को फिर से जोड़कर उसकी मां को बताया. പക്ഷെ എന്ത് സംഭവിച്ചു? लेकिन उस आदमी कौन है? टेक्नीशियन. मशीन को फिर से വീണ്ടും जोड़कर जोड़ना കൂട്ടിച്ചേർത്ത് റെഡിയാക്കി माम को बताया था. हमनोട് പറഞ്ഞു लगता है मशीन के भूगोल की चक्की कुछ तेज रफ्तार पर दी. लगता है എനിക്ക് തോന്നുന്നത് മഷീൻ കെ ഭൂഗോൾ കി ചക്കി, അതായത് ജിയോഗ്രഫിയുടെ ആ ക്ലാസിന്റെ സെക്ഷൻ കുച്ച് തേസ് രഫ്താർ പർ ദി. കുച്ച് തേസ് രഫ്താർ, കുറച്ച് ഫാസ്റ്റ് ഹൈ സ്പീഡായിരുന്നു. അതിന്റെ എന്താണ് കറക്റ്റ് റണ്ണിങ് അല്ലായിരുന്നു, അത് കുറച്ച് എന്താണ് ഫാസ്റ്റ് റണ്ണിങ് ആയിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു. സോ അപ്പൊ ടീക്ക് ഹെ, ഇപ്പൊ എല്ലാം ശരിയായിട്ടുണ്ട്. എന്നാലും ഒരു ടെക്നീഷ്യൻ അതൊന്ന് നന്നാക്കിയതിന്റെ സന്തോഷത്തില്, അമ്മ ഇത് നന്നാക്കിയ സന്തോഷത്തില്, ആർക്കാണ് ഇത് കേട്ടപ്പോ സങ്കടം വന്നത്? കുമ്മിക്ക്. കുമ്മി ഓർക്കുകയാണ്. और कुम्मी को उसी समय भूगोल का सबे सीखने बढ़ जाना पड़ा था. मन ही मन उस मशीनी अध्यापक को कोसती रहती थी. और कुम्मी को उसी समय भूगोल का सबक. കുമ്മിക്കോ എന്താണ് ടെക്നീഷ്യൻ അത് പറഞ്ഞു, അമ്മ സന്തോഷിച്ചു. പക്ഷെ എന്താണ് കുമ്മിക്കോ ആ സമയത്ത് കുമ്മിക്ക് എന്താണ് ഭൂഗോൾ കാ സബക് ലെസൺ, ഭൂഗോൾ കാ ജിയോഗ്രഫിയുടെ ലെസൺ പഠിക്കാൻ ബഡ് ജാന പടാത ഇരിക്കണമായിരുന്നു. मन ही मन वह उस मशीनी अध्यापक को कोसती रहती थी. मन ही मन മനസ്സുകൊണ്ട് उस മഷീനി അധ്യാപകോ. മഷീനി അധ്യാപകൻ എന്താണ്? അവിടെ അധ്യാപകൻ ആരാണ്? ഒരു മെഷീനാണ് അല്ലെ. ആ മഷീനി അധ്യാപകോ. ഓക്കെ, അധ്യാപകം എന്താണ്? മഷീനി അധ്യാപകോ കോസ്തി രഹീതി. മഷീനി അധ്യാപകനെ മനസ്സുകൊണ്ട് ശപിച്ചുകൊണ്ട് കുമ്മി എന്ത് ചെയ്തു? ജോഗ്രഫിയുടെ പാഠം വിഷമത്തോടെ പഠിച്ചു. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഈ സ്കൂളിനെ കുറിച്ച് അല്ലാന്ന് പറയുമ്പോൾ പിന്നെയും കുമ്മിയുടെ മനസ്സ് എന്താണ് പഴയ ഒരു ഓർമ്മയിലേക്ക് പോയതാണ്. അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം എത്രത്തോളം അവളുടെ മനസ്സിൽ ബോറിംഗ് ആണ് ഈ ഒരു പഠനം എന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, कुम्मी के मन में कुछ वंस मोर रोहित मुस्कुराते हुए उसकी बातें सुन रहा था. उसे बीच में रोककर वह बोला, अरे बुद्धू, जैसे स्कूल का वर्णन इस पुस्तक में है वह इससे भिन्न होता था. इसमें तो उन स्कूलों के बारे में लिखा है जो सदियों पहले होते थे. कुम्मी के मन में कुछ नया जानने की इच्छा जागी और वह बोली, फिर भी उनके यहाँ मशीन के बने अध्यापक तो होते ही होंगे. कुम्मी को याद आया कि एक बार उससे भूगोल में रोज वही गलतियां होने लगी थी. तो उसकी माँ ने मोहल्ले के अध्यक्ष को बताया था. तब एक आदमी आया था और उसने उस मशीन के पुर्जे अलग कर दिए थे.
तब उसने मन ही मन यह मनाया था कि वह आदमी इस बोर करने वाले अध्यापक को दोबारा जोड़ न पाए. दोबारा जोड़ न पाए. വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹമേശ കേലിയ ഹമേശ ഓൾവേസ് छुट्टी मिल जाए അവധി കിട്ടുമായിരുന്നു. लेकिन उस आदमी ने എന്ത് സംഭവിച്ചു? लेकिन उस आदमी ने मशीन को फिर से जोड़कर उसकी मां को बताया था. लगता है मशीन के भूगोल की चक्की कुछ तेज रफ्तार पर दी. सो अब ठीक है. इट इज फाइन नाउ. और तुम्हें को उसी समय भूगोल का सबक सीखने का जाना पड़ा था. भूगोल का सबक ജിയോഗ്രഫി ലെസൺസ് സീഖ്നേക പഠിക്കാനിരിക്കേണ്ടി വന്നു. മനഹി മനവഹ് ഉസ് മഷീനി അധ്യാപകോ കോസത്തി രഹത്തി ദി. യെസ്, ലിസൺ, റീഡ് പേജ് 19, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് 3 times. Okay, thank you.